ഫസ്റ്റ് നോക്കുമ്പോഴത്തേനും മൊത്തത്തിൽ ലാഗാണ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേനും. പക്ഷെ നമ്മൾ ഇച്ചിരി എക്സ്പെക്ട് ചെയ്യുന്നത് ഇച്ചിരിയുടെ ഒരു ഫിനിഷിങ് കിട്ടാനാണ്. പക്ഷേ ലാസ്റ്റ് വരുമ്പോഴത്തേനാണ് നമുക്ക് ഇച്ചിരി ഒരു ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വരുന്നത്. പിന്നെ ഫൈറ്റിംഗ് ഒക്കെ നോക്കുമ്പോഴത്തേനും ഭയങ്കര സ്ലോ മോഷൻ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സ്ലോ മോഷൻ ഇച്ചിരി കൂടുതലാണ് അതിനകത്ത്. നമ്മളിപ്പോൾ സാധാരണ ഒരു ഫൈറ്റ് സീൻസ് നോക്കുമ്പോൾ നമ്മൾ ഇച്ചിരി സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സീൻസ് കാണും, അതിനാണെങ്കിൽ എല്ലാവരും കയറി കൈയടിക്കുക അങ്ങനെ. അല്ലാതെ വേറെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് അത്ര ഇതിൻ്റെ റിവ്യൂ ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് കണ്ടിരിക്കാം. പക്ഷേ ഒരു സെക്കൻഡ് വാച്ചിന് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ നല്ല ഇതാണ്. ഫസ്റ്റ് ഹാഫ് നമുക്കൊരു മടുപ്പ് തോന്നും. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ വരും. അതായത് ഒരു ബിൽഡപ്പ് ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് പോകുന്നത് അങ്ങനെ ഒരു ഇതാണ്. പിന്നെ അവസാനമൊക്കെ ആകുമ്പോൾ നല്ല ഇതാണ്, ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ലിജോ ജോസ് പടം, പിന്നെ മോഹൻലാലിൻ്റെ അഭിനയവും അതിൻ്റെ നല്ല ഇതാണ്. നമ്മൾ വിചാരിച്ചൊരു എക്സ്പ്രഷൻ പടത്തിന് കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം, ലാലേട്ടൻ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അഭിനയിച്ചൊരു അമാനുഷികമായിട്ടുള്ള അഭിനയിച്ചൊരു നല്ല മൂവിയാണ്. ലാലേട്ടൻ്റെ കഥാപാത്രം നന്നായിട്ടുണ്ട്. പക്ഷെ ഞാൻ നമ്മൾ പ്രേക്ഷകർ വിചാരിച്ചൊരു മലയങ്കോട്ട് വാലിബനെ നമുക്ക് ഏതെങ്കിലും തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. നല്ല രീതിക്ക് ലാഗും കാര്യങ്ങളുള്ളതുകൊണ്ട് പടം ഭയങ്കര നമ്മളൊരു മുഷ്പിച്ച രീതിക്ക് ആയിപ്പോയി. സഹനടന്മാരായിട്ട് അഭിനയിച്ച എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ലൊരു കഥയാണ്. പക്ഷേ അതിൻ്റെ മേക്കിങ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നാണ്. ഇപ്പോൾ LJPയുടെ സ്റ്റൈൽ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടാവും ഇങ്ങനത്തെ ലാഗും കാര്യങ്ങളും വന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് വരെ കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സോട് കൂടിയിട്ട് ഒന്നും കൂടി ലാഗ് ഒന്നും കൂടി. ഏതായാലും വൺ ടൈം വാച്ചബിൾ ആയിട്ട് കാണാം. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം വെച്ചാൽ നല്ല ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളെല്ലാം LJPയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ലാലേട്ടൻ നന്നായിട്ടുണ്ട്. നല്ലൊരു വേഷപകർച്ചയുള്ള നല്ലൊരു കഥാപാത്രമായിട്ട് നല്ലൊരു, ഞാൻ പറഞ്ഞ അമാനുഷിക ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓവറോൾ കുഴപ്പമില്ല എന്ന് പറയാനേ പറ്റുള്ളൂ. കൂടുതൽ എക്സ്പെക്ടേഷൻ ചെയ്തിട്ട് ആരും തിയേറ്ററിലേക്ക് വരണ്ട. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ലാഗാണ്, ഒരു സ്ലോ ബിൽഡപ്പാണ് മൂവി. പക്ഷെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അത്യാവശ്യം വർത്താന്ന് തോന്നി. പിന്നെ ലിജോയിൻ്റെ എല്ലാ മൂവികളും പോലെ തന്നെ ഇതൊരു യൂണിക് മൂവിയാണ്, ഒരു വെറൈറ്റി മൂവിയാണ്. മലയാളത്തിൽ ഞാൻ ഒരുപാട് സിനിമയൊന്നും കാണുന്ന ആളല്ല, എന്നാലും ഇങ്ങനെയൊരു മൂവി എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ ഒരു വെറൈറ്റി ആണ്. എല്ലാ ഫ്രെയിംസ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. പിന്നെ BGM ആണെങ്കിലും വളരെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചില തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൊമെന്റ്സ് ഒക്കെ ഉണ്ട് അതിനകത്ത്. ഫൈറ്റ് സീൻ ആണെങ്കിലും അതിൻ്റെ BGM ആണെങ്കിലും പിന്നെ ഓരോ സീൻസ് ഓരോ ഫ്രെയിംസ് ഒക്കെ ആണല്ലോ, നമ്മളത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കൂടുതൽ നല്ല ഇതായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് തുടക്കം പോലെ വളരെ എൻഗേജിങ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് ഒട്ടും എൻഗേജിങ് അല്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഒരു ബോറ് പോലെ തോന്നി, ഭയങ്കര ലാഗായിരുന്നു. പിന്നെ ഒരു ഡ്രാമാറ്റിക് മൂവി ആണല്ലോ, അപ്പോൾ ഒരു നാടക ഡയലോഗുകളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഒട്ട് പ്രതീക്ഷയില്ലാണ്ട് കയറിയപ്പം വളരെ ഇഷ്ടപ്പെട്ടു, പുറത്തായിട്ട് തോന്നി. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. സെക്കൻഡ് ഹാഫ് എന്നെ തൃപ്തിപ്പെടുത്തി എന്തായാലും. ലാലേട്ടൻ മാത്രമല്ല, ലാലേട്ടനും എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചു. അഭിനയത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ലാലേട്ടനൊക്കെ എടുത്ത് പറയണം കേട്ടോ, നന്നായിട്ട് ചെയ്തു കേട്ടോ. എല്ലാം ഇഷ്ടപ്പെട്ടു. അഭിനയത്തിൻ്റെ കാര്യത്തിൽ എല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും മാസം ഉണ്ടായിരുന്നു. അത്യാവശ്യം ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് മാസ് സീനങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൻ്റെ ആരംഭത്തിൽ സെക്കൻഡ് ഹാഫിൻ്റെ ആരംഭം വളരെ നല്ല രീതിയിലാണ് സെക്കൻഡ് ഹാഫ് ആരംഭിച്ചേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത്. അതിൻ്റെ ആ ഒരു ബിൽഡപ്പും പെട്ടെന്ന് ഒരു ബൂസ്റ്റ് കിട്ടിയ പോലെ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗം വളരെ നല്ലതായിരുന്നു.